തമിഴ്നാട്ടിലെ വില്ലുപുരത്തുള്ള കണ്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള NR പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് പാണ്ഡ്യനും അതുപോലെ തന്നെ റാണി ദമ്പതികൾ താമസിച്ചിരുന്നത്. ഇവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും ആൺകുട്ടികളായിരുന്നു. മൂത്ത പയ്യന്റെ പേര് കരുണാമൂർത്തി എന്നായിരുന്നു. രണ്ടാമത്തെ പയ്യന്റെ പേര് ദക്ഷിണമൂർത്തി എന്നുമായിരുന്നു. ഈ കരുണാമൂർത്തി കടലൂരുള്ള ഒരു ഗവൺമെന്റ് കോളേജിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ അതേ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ശ്വേത. അപ്പോൾ ഇവർ രണ്ടുപേരും പരിചയപ്പെടുകയാണ്. ആ ഒരു പരിചയം പിന്നീട് നല്ലൊരു സൗഹൃദമായിട്ട് മാറി. പിന്നീട് ആ ഒരു സൗഹൃദം പ്രണയമായിട്ട് മാറുകയായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പൊക്കെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർ രണ്ടുപേരും ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വീട്ടിൽ പറയുകയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കാസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. വലിയ എതിർപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുകയാണ്. ഇവരുടെ വിവാഹവും നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു. 2024 ജൂലൈ 12 ഇവരുടെ വിവാഹം നടന്നത്. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. പ്രണയിച്ച് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കുകയായിരുന്നു. അതായത് 2 ഫാമിലീസിലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ഫാമിലീസും ഹാപ്പി ആയിരുന്നു. ഇവർ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഏകദേശം 3 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 30, 2024. അന്ന് രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനായിട്ട് മുറിയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ആ വീട്ടിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നത്. അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലർച്ചയായിരുന്നു അത്. അപ്പോൾ ഈ ഒരു ഒച്ച കേട്ട് ശ്വേത മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഹാളിൽ ഈ തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായിട്ടുള്ള റാണി നിന്ന് കത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഉടനെ തന്നെ അവരും അലറി വിളിച്ചു. അതേപോലെ തന്നെ നൈബേഴ്സും എല്ലാവരും ഇതേപോലെ തന്നെ എന്താ പറയുക അങ്ങോട്ട് ഓടി കൂടുകയായിരുന്നു. അങ്ങനെ ശ്വേതയും നൈബേഴ്സും കൂടെ ചേർന്ന് അവർ തീ അണക്കാനായിട്ട് ശ്രമിച്ചു. ലാസ്റ്റ് തീ അണച്ചു. അപ്പോഴത്തേനും അവർ 108 വിളിച്ചിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് സ്ഥലത്തോടെത്തി. ആ ഒരു സ്ത്രീയെ നേരെ ആംബുലൻസിൽ കയറ്റിയിട്ട് പോണ്ടിച്ചേരിയുള്ള ജിമ്മറിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 80% അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിരുന്നു. എത്രയൊക്കെ ചികിത്സിച്ചിട്ടും ചികിത്സ ഫലിക്കാതെ ഒക്ടോബർ 31 റാണി മരണപ്പെടുകയായിരുന്നു. എല്ലാവരും നോക്കുമ്പോൾ ഇവർക്ക് അബദ്ധത്തിൽ തീ പിടിച്ചതാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് എന്താണ് ഇവരുടെ യഥാർത്ഥ മരണകാരണമെന്ന് ഇവർക്ക് ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു ദീപാവലി ടൈമായിരുന്നു. ഇവരുടെ ദീപാവലിയും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫാമിലിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദീപാവലി കൂടിയായിരുന്നു അത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തർ അവരവരുടെ ജോലിയിൽ വ്യാപൃതരാകുകയാണ്. എന്നാൽ ആ ഒരു ടൈമിലും രണ്ടാമത്തെ മകനായിട്ടുള്ള ദക്ഷിണമൂർത്തിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് കളിക്കുകയായിരുന്നു. തൻ്റെ അമ്മ എന്താണെന്നുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത ആ പയ്യൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്ന് കണ്ടെത്തണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഈ തൻ്റെ അമ്മയുടെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും തനിക്ക് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ടീം പോലീസുകാർ നേരെ അവരുടെ വീട്ടിലോട്ട് എത്തുകയാണ്. എന്നിട്ട് വീട്ടിലുള്ളവരെയും നൈബേഴ്സിനെയും മറ്റുമൊക്കെ ചോദ്യം ചെയ്തു. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ ശ്വേതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ അന്വേഷിക്കുകയാണ്. അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂസ് ഉള്ളതായിട്ടൊന്നും ആർക്കും അറിയില്ല. ശ്വേതയുടെ അടുത്ത് ഇതേപോലെ തന്നെ ചോദിച്ചപ്പോൾ ശ്വേത പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെപ്പാടെ 3 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ യാതൊരു ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്നെ സ്വന്തം ഒരു മകളെ പോലെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് തനിക്കറിയില്ല എന്നായിരുന്നു അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ ശ്വേത എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ശ്വേത പറഞ്ഞത് താൻ മുറിയിലായിരുന്നെന്നും ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് താൻ പുറത്തോട്ട് വന്നതെന്നും അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടതെന്നൊക്കെയാണ് അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോറി അത്ര കൺവിൻസിങ് ആയിട്ട് പോലീസുകാർക്ക് തോന്നിയില്ല. അവർ പിന്നീട് പല ദിവസങ്ങളിൽ പല തരത്തിൽ പല ക്വസ്റ്റ്യൻസ് ശ്വേതയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും ശ്വേത പറയുന്നത് മിസ്മാച്ചിങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അതായത് കുറേ കാര്യങ്ങളൊന്നും തന്നെ ഒന്നും സിങ്ക് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ പോലീസ് സ്റ്റൈലിൽ തന്നെ ശ്വേതയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവസാനം പോലീസുകാരുടെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ലാസ്റ്റ് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള റാണിയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം അവർ സമ്മതിക്കുകയായിരുന്നു. ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണം കേട്ട് കരുണാമൂർത്തി
താൻ ഇങ്ങനെയുള്ളൊരു പെണ്ണിനെയാണോ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് സ്റ്റോറി എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരുണാമൂർത്തിയുടെയും ശ്വേതയുടെയും ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ കരുണാമൂർത്തിക്ക് ഈ ചെങ്കൽപ്പേട്ടായിരുന്നു ജോലി. അപ്പോൾ ആള് ജോലിക്കായിട്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെങ്കൽപ്പേട്ടിലോട്ട് പോവുകയായിരുന്നു. ആള് സ്ഥിരമായിട്ട് വിളിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലീവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ വൈഫിനെ കാണാനായിട്ട് ഓടി വരും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇവരുടെ ഫാദർ ആണെന്നുണ്ടെങ്കിലും പുറത്തായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ആ ഒരു ടൈമിൽ ആകെപ്പാട് ആ ഒരു വീട്ടിൽ ശ്വേതയും റാണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റാണിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ ചെറിയ ചെറിയ ജോലികൾക്കും കൂലിപ്പണി അങ്ങനെയുള്ള പല പണിക്കും പോവുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു റാണി ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ദിവസവും ഈവനിങ് ആവും അവർ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്താനായിട്ട്. ചില സമയങ്ങളിൽ അവർ എന്താ പറയുക ജോലിക്കായിട്ട് പോയിട്ട് അവിടെ തങ്ങിയിട്ട് ജോലി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് എത്തുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു വീട്ടിൽ ഈ സ്ത്രീ ഒറ്റയ്ക്കാവുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ മാസമൊക്കെ കഴിയുന്ന ടൈം വരെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2ാമത്തെ മാസം ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലായിരുന്നു സതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ താമസിച്ചിരുന്നത്. അയാളുമായിട്ട് ഈ ഒരു ശ്വേത സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവർ പതിയെ പതിയെ സുഹൃത്തുക്കളാവുകയാണ്. എന്നാൽ ആ ഒരു ബന്ധം സുഹൃത്ത് ബന്ധത്തിൽ നിന്നില്ല, അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട് മാറുകയായിരുന്നു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കമിതാക്കളെ പോലെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകാനും മറ്റുമൊക്കെ തുടങ്ങുകയാണ്. പിന്നെ റാണി വീട്ടിൽ സ്ഥിരമായിട്ടില്ലാത്തത് ശ്വേതക്ക് ഒരു അഡ്വാൻറ്റേജ് ആവുകയാണ്. അപ്പോൾ രാവിലെ അവർ പണിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ സതീഷ് കുമാറിനെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ റാണി അവിടെ ഇവിടെയൊക്കെ തങ്ങി ജോലി ചെയ്യാറുണ്ടായിരുന്നല്ലോ. ആ ടൈമൊക്കെ ഇവർക്ക് കൂടുതൽ സൗകര്യപ്രദമായിരുന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം 2 മാസം ആരും അറിയാതെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ദീപാവലിയുടെ ടൈമൊക്കെ ആയത്. അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ ഇവർ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഈ സതീഷ് കുമാറിനെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റുകയും ചെയ്തു. എന്നാൽ എന്തോ അപ്രതീക്ഷിതമായിട്ട് അവരന്ന് നേരത്തെ തിരിച്ചു വരികയായിരുന്നു. ആ ഒരു ടൈമിൽ തൻ്റെ മരുമകളെയും അതുപോലത്തെ അപ്പുറത്തെ വീട്ടിലെ പയ്യനെയും കാണാൻ പാടില്ലാത്തൊരു തരത്തിൽ ഇവർ കാണുകയായിരുന്നു. ഈ ഒരു റാണിയെ കണ്ട ഈ സതീഷ് കുമാർ ഉടനെ തന്നെ അവിടെ നിന്ന് തൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഓടി പോവുകയായിരുന്നു. റാണിയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ പകച്ചു നിൽക്കുകയായിരുന്നു. ശ്വേതയാണെന്നുണ്ടെങ്കിൽ എന്താണ് തൻ്റെ അമ്മായിയമ്മയോട് പറയുക, എന്ത് പറഞ്ഞ് താൻ കൺവിൻസ് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു. റാണി മരുമകളെ ഒരുപാട് ചീത്ത പറഞ്ഞു. അതിനുശേഷം ശ്വേതയോട് പറഞ്ഞു, എന്താണെന്നുണ്ടെങ്കിലും അവൻ ലീവിന് വരുന്നുണ്ടല്ലോ ദീപാവലിക്ക്, അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, അതിനനുസരിച്ചിട്ട് കാര്യങ്ങളോട് നടക്കുള്ളൂ എന്നുള്ള കാര്യം ശ്വേതയുടെ അടുത്ത് റാണി പറയുകയാണ്. ഇത് കേട്ട് ശ്വേത ആകെപ്പാടെ പകച്ചുപോയി. അവർ നേരെ തന്നെ സതീഷിനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് അമ്മ പറയുന്നത്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ ഇഷ്യൂ ആവും, വലിയ പ്രശ്നമാവും, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്യാണ്. സതീഷ് കുമാർ പറഞ്ഞു, ഈ ഒരു വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ആവും, അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ ഇത് വേറെ ആരും അറിഞ്ഞു വലിയ ഇഷ്യൂ ആകരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റാണിയെ ഇല്ലാതാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് റാണി ഒരു വിവരം പുറത്തു പറയുമെന്നും അതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇയാൾ പറയുകയാണ്. അവസാനം ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ദീപാവലിക്ക് മുൻപ്, അതായത് ഒക്ടോബർ 30-ാം തീയതി ഒക്കെ ടൈം നോക്കുകയെന്നുണ്ടെങ്കിൽ ശ്വേത ചെന്ന് റാണിയുടെ കാല് പിടിക്കുകയാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള തെറ്റൊന്നും ഉണ്ടാകില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ അടുത്ത് പറയരുത്, എൻ്റെ ജീവിതം പോവും, അതുപോലെ തന്നെ അവന് ഇതുപോലെ തന്നെ വിഷമവും കാര്യങ്ങളും ഉണ്ടാവും, എന്തായാലും ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു തരത്തിൽ ആ ഒരു സ്ത്രീയെ കൺവിൻസ് ചെയ്യായിരുന്നു. അന്നത്തെ ദിവസമാണ് ഇവർ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു 8 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനുമാണ് തിരിച്ചെത്തിയത്. അപ്പോൾ അന്നത്തെ ഭക്ഷണം അവർ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു അവർ കഴിക്കാനായിട്ട് വാങ്ങിയത്. ഈ ഒരു ഫുഡ് വിളമ്പുന്ന ടൈമിൽ ശ്വേത ഓൾറെഡി പൊടിച്ചു വെച്ചിരുന്ന ഉറക്കഗുളിക എടുത്തിട്ട് ആ ഒരു ഫ്രൈഡ് റൈസിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു റാണിക്ക് കൊടുക്കുകയാണ്. റാണി ഇതൊന്നും അറിയാതെ അത് മുഴുവൻ കഴിച്ചു. അതിനുശേഷം ഹാളിൽ തന്നെ കിടന്നുറങ്ങി. പിന്നീട് ശ്വേതയാണെന്നുണ്ടെങ്കിൽ മുറിയിലോട്ട് പോയി. ഏകദേശം 10 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആസ് പെർ പ്ലാൻ സതീഷ് ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം ആ സ്ത്രീയുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുന്ന ടൈമിൽ ഇവർ പെട്ടെന്നുകൊണ്ട് തന്നെ കണ്ണ് തുറന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇവർ ഒരു നിമിഷം പോലും പാഴാക്കാതെ തീ കത്തിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സതീഷ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. വേദന സഹിക്കാൻ പറ്റാതെ റാണി അലറി വിളിക്കുന്നത് കേട്ടിട്ടാണ് നൈബേഴ്സൊക്കെ ഓടിക്കൂടിയത്. നൈബേഴ്സിനെ കണ്ട ഈ ഒരു ശ്വേതയും നാടകത്തിലെ തൻ്റെ ഭാഗം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ കിടന്ന് കരയാനും അതുപോലെ തന്നെ റാണിയെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു.
അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു. വളരെ കൺവിൻസിങ് ആയിട്ടായിരുന്നു ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് 3 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവർ തമ്മിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ശ്വേതയെ സംശയിച്ചുമില്ല. പക്ഷേ തൻ്റെ അമ്മയുടെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്നുള്ളത് രണ്ടാമത്തെ മകനായിട്ടുള്ള ദക്ഷിണമൂർത്തിക്ക് തോന്നുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പയ്യൻ ഇതേപോലെ തന്നെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചുരുളുകളെല്ലാം തന്നെ അഴിയുന്നത്. അങ്ങനെ 2024 നവംബർ 15 ശ്വേതയും സതീഷ് കുമാറിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.